നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ക്യാൻസർ മൂലം മരിച്ച അമ്മയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാനാകുന്നില്ല. കുറിച്ചി പഞ്ചായത്തിൽ 1-ാം വാർഡിൽ താമരച്ചാൽ നിവാസി അജേഷിന്റെ ദുരവസ്ഥയാണിത്. നൊന്തു പ്രസവിച്ച അമ്മയുടെ മൃതദേഹം അവസാനമായി സ്വന്തം വീട്ടിലേക്കൊന്ന് എത്തിക്കുവാനുള്ള അവരുടെ ഏക മാർഗം കവുങ്ങിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു പാലം മാത്രമാണ്. ഈ പാലമാകട്ടെ തകർന്നത്. അതിനാൽ തന്നെ സമീപമുള്ള ബന്ധുവിൻ്റെ വീട്ടിലാണ് നിലവിൽ ഇവർ മൃതദേഹം സംസ്കാരത്തിൻ്റെ ചടങ്ങുകൾക്കായി വെച്ചിരിക്കുന്നത്. വർഷങ്ങളായി താമരച്ചാൽ നിവാസികളുടെ ദുരവസ്ഥയാണിത്. എന്നാൽ അധികാരികൾ ആരും ഇവരുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ രംഗത്തെത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ വസ്തുത. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജേഷ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് നമ്മുടെ കുറിച്ചിയിലെ 1-ാം വാർഡിലെ താമരച്ചാൽ, അതായത് മുക്കാട്ടുവാക്ക കണ്ടത്തിൻ്റെ നടുക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ജനിച്ച നാളെ മുതൽ എനിക്ക് 42 വയസ്സുണ്ട്. അപ്പോൾ 42 വയസ്സിനുള്ളിൽ ഞാൻ ജനിച്ച നാളെ മുതൽ ഞാൻ ഈ കണ്ടവും ഇതുമായിട്ട് തന്നെ കഴിയുവാണ്. വേറെ ബുദ്ധിമുട്ടാണ്. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. 2 പെൺപിള്ളേർ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ ഭയങ്കര പാടാണ് അവർക്ക് സ്കൂളിലേക്ക് കടന്നു പോകാനോ. ഞങ്ങൾ ഒരു തുരുത്തിനടുത്ത് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അക്കരെ കയറാൻ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തിൻ്റെ ഗതിയൊക്കെ വലിയ കഷ്ടമാണ്. എങ്കിൽ പോലും നമുക്ക് പലപ്പോഴുമായി പലരും പറഞ്ഞിട്ടുണ്ട്, പാലം നിങ്ങൾക്ക് പണിത് തരാം, അങ്ങനെ തരാം, അതെല്ലാം ഒത്തിരി പേര് പറഞ്ഞു, ഒത്തിരി വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഇതുവരെ ഈ ഇന്നേ നാഴി വരെ നമുക്കൊരു കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. അത് കാരണം ഒന്നാമതായിട്ട് ഞങ്ങളുടെ തൊട്ട് അയലക്കത്തെ ഒരു അപ്പച്ചൻ മരിച്ചുമായിരുന്നു. പുള്ളിക്കാരൻ്റെ ബോഡി അടുത്ത് അമ്പലത്തിൻ്റെ താഴെ ഒരു അവിടെയാണ് വീട്ടിലാണ് വെച്ച്. കാരണം അവർക്കും വീട്ടിൽ തന്നെ വെക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതുപോലെ ഇന്നത്തെ ദിവസം ഇന്ന് ഡേറ്റ് 22-ാം തീയതിയാണ്. 22-ാം തീയതി എൻ്റെ അമ്മ മരിക്കപ്പെടാൻ ഇടയായി. സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ വെക്കാനോ അതിൻ്റെ സാഹചര്യങ്ങളോ ഒന്നുമില്ല. കാരണം ആൾക്കാർക്ക് വന്ന് പെടാനൊന്നും ഒരു സാഹചര്യമില്ല. കാരണം വള്ളത്തെ കയറാൻ പറ്റാത്തവരുണ്ട്, വള്ളത്തിന് കയറാൻ പറ്റാത്തവരുണ്ട്. അതുപോലെ തന്നെ ഫൈബറിൻ്റെ വള്ളമാണ് ഏക ആശ്രയം. ആ വള്ളം മറിയോ ചെറിയൊരു വള്ളമാണ്. ഞങ്ങൾക്ക് അക്കരെയൊക്കെ ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടി മാത്രമുള്ള വള്ളമാണ്. അപ്പം അതേക്കൂടെ നമ്മൾ ബോഡി ഒരു വിധത്തിലാണ് ഞങ്ങളുടെ കുടുംബം അച്ഛൻ അനിച്ചാർ പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചു. സാഹചര്യം മനസ്സിലാക്കി പുള്ളി തന്നെ കൈകാര്യം ചെയ്ത് പുള്ളി പറഞ്ഞ് ഞാൻ ഏറ്റിട്ടുണ്ട് കാര്യങ്ങൾ, നമുക്ക് ഈ നമ്മുടെ ഭവനത്തിൽ തന്നെ പുള്ളിയുടെ വീട്ടിൽ തന്നെ വെക്കാമെന്ന് പുള്ളി പറയാനിടയായി. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ഈ ബോഡി ഇപ്പം അമ്മയുടെ ഈ ശരീരം, അമ്മയുടെ ഭൗതിക ശരീരം ഈ നമ്മുടെ കുടുംബ വീട്ടിൽ വെക്കാൻ ഇടയായി. അതൊക്കെ വേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനിയും നമുക്ക് ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. മരണങ്ങളിലെ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഏറെ പ്രയാസമാണ്. നമുക്ക് ഇനിയും എങ്കിലും ഒരു അധികാരികളെ കണ്ണു തുറക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇനിയെങ്കിലും നമുക്കൊരു ഈ സാഹചര്യം വരാതെ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തക്ക രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടി എല്ലാവരും അധികാരികൾ കണ്ണു തുറക്കണമെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ഇനിയൊരു അവസരം ഇനി ഉണ്ടാകില്ലേ. അപ്പം ഇതുപോലെ ഞങ്ങൾ കഷ്ടമാണ് അനുഭവിക്കുന്നത്. ഇപ്പം ഞങ്ങൾ 3 കൂട്ടരാണ് ആ വട്ടപ്പറമ്പിൽ താമസിക്കുന്നത്. അതിലെ ഒരു കൂട്ടർ അവർ വേറെ ഒരു സ്ഥലമൊക്കെ മേടിച്ച് അവർ അവിടുന്ന് പോകാനൊക്കെ ഇടയായി. അപ്പം ഞങ്ങൾ 2 കൂട്ടർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 കൂട്ടർ താമസിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ആ വഴി എന്നൊക്കെയാണ് ഒത്തിരി പേര് ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ പിള്ളേരുടെ സ്കൂളിൽ പോലുള്ള പോക്ക് വരവെല്ലാം കുഞ്ഞാണ്. എൻ്റെ 2 പെൺപിള്ളേർ, മൂത്ത കൊച്ച് 10ാം ക്ലാസ്സിൽ പാസ്സായി. പിന്നെ ഇളയ കൊച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇനിയും തുറന്ന് പഠിക്കണം. പലപ്പോഴുമായി പാലത്തൊക്കെ കയറുമ്പോഴൊക്കെ വീഴുകയും, ഞങ്ങൾ ചെറിയൊരു കമുങ്ങുപാലം ഇട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ വീഴുകയും, അതുപോലെ ഞങ്ങൾ വീട്ടുകാരത്തിൽ വീഴും, ഞാനും വീഴും, എല്ലാ അവസ്ഥയൊക്കെ ഉണ്ടായി. ഞങ്ങൾ ആണ്ടിൽ ഞങ്ങൾ ഈ കവുങ്ങും പാലം ഞങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തി, ഞങ്ങളുടെ ദേശത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തി. അത് ഞങ്ങൾ സ്വന്തം കാശാൽ ഞങ്ങൾക്കൊരു 5000 ചില്ലുവാനും രൂപയോളം ഞങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. നമ്മൾ ആ ഒറ്റ പാലയുടെ നിന്ന് ആണ്ടിലാണ്ട് ഞങ്ങൾ ചെയ്തതെന്നാണ് ആ ഒരു അവസ്ഥയാണ്. കവുങ്ങിൻ്റെ ഒരു പാലമാണ്, മുള വെച്ച് കെട്ടി ഞങ്ങൾ ചെളി താത്ത് ഞങ്ങളെല്ലാവരും കൂടെ, അതും ഞങ്ങൾ തന്നെ
വീട്ടിലുള്ളവർ തന്നെ സഹകരിച്ച് അത് ഉള്ള ക്രമീകരണം ചെയ്യുന്നത്. ഇനിയെങ്കിലും നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകാതെ, ഈ അമ്മ മരിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇനിയെങ്കിലും ഒരു അവസരം നമുക്ക് ഉണ്ടാകാതെ അധികാരികൾ കണ്ണു തുറക്കാം, ഇനിയേലും തുറക്കണമെന്ന് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനി നാളത്തെ നമ്മുടെയൊക്കെ കാര്യം നമുക്കറിയത്തില്ല. നാളെ കുഞ്ഞുങ്ങളുടെ കാലത്തേലും കാര്യങ്ങളൊന്നും എല്ലാം സെറ്റപ്പായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു വീടിനടുത്ത് സമീപം വരെ വഴി എത്തുന്നു എന്ന് പറയുന്നത്, ഒരു 3ഓളം വഴികളുണ്ടെന്ന് പറയുന്നത്, അതെന്താണ് അതിൻ്റെ അവസ്ഥ? വഴി എന്ന് പറഞ്ഞാൽ അത് ഒരു ആർക്കും പറയാനില്ലാത്ത രീതിയിൽ ഒരു അറ്റം വരെ കൊണ്ട് ഇട്ടിരിക്കുക, ഒരറ്റം വരെ കൊണ്ട് ഇട്ടിരിക്കുക. ആർക്കും അങ്ങും എങ്ങും എത്താത്ത രീതിയിൽ ഒരു കരയോട് ബന്ധിച്ചാലല്ലോ, നമുക്കൊരു വഴിയോട് ബന്ധിച്ചാലല്ലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നുള്ളൂ. ഇതൊന്നുമില്ലാത്ത രീതിയിൽ, ഒന്നും ആർക്കും പറയാനില്ലാത്ത രീതി അവരവിടെ പുല്ലും വളർന്ന് കുറേ കൽക്കെട്ടും ഒരാൾക്കാർ അവിടെ താമസിക്കുന്ന അവർ അവിടെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് അവരൊക്കെ തീറ്റിക്കാനും വെച്ചു അതിനുള്ള ഇതായിട്ട് ഇരിക്കുന്നു. പശുവിനെ കെട്ടി അവരിക്കുന്നു. അല്ലാതെ നമുക്ക് വഴി ഉണ്ടായിട്ട് നമുക്കൊരു ഇതുമില്ലാത്ത രീതിയിലാണ് ആ നിൽക്കുന്ന ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ വഴി നിൽക്കുന്നത്, എങ്ങും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അമ്മയെ ആശുപത്രി കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് ഞാൻ എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കൃഷി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കഴിഞ്ഞ 6 മാസം നമുക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൃഷിയുടെ സമയത്ത് കൊയ്ത്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ നമ്മുടെ ഭൂഷാപാലത്തിൻ്റെ അങ്ങോട്ട് ഞാൻ എടുത്തുകൊണ്ടാണ് അമ്മയെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയെ കിടത്തുന്നൊരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം അമ്മ വയ്യാത്ത സ്റ്റേജിൽ അമ്മ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എടാ നമുക്ക് എന്ന് ഈ വഴിയൊക്കെ ലഭിക്കുമെന്ന് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയൊക്കെ അമ്മ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവസ്ഥയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പലപ്പോഴുമായി ഞങ്ങൾ 6 ഹീമമാണ് ചെയ്യാനായിട്ട് പോയത്. ആ സമയത്തെല്ലാം ഞാൻ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് വരുന്ന ഒരവസ്ഥയായിരുന്നു. അച്ഛനെ മേലായിരുന്നു, അച്ഛന് ശ്വാസം മുട്ടലൊക്കെ ആയതുകൊണ്ട് ഞാനാണ് എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നവരാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു സാഹചര്യമാണ്. നമ്മൾ കോരി എടുത്തുകൊണ്ടാണ് മാധവനെ എടുത്തുകൊണ്ട് പോയി ആശുപത്രി പോയിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് വഴിയില്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുമാണ്. ഞങ്ങൾ 2-3 കുടുംബക്കാർ ഈ കവുങ്ങ് വെട്ടി പാലം ഉണ്ടാക്കി ആ പാലത്തെ കൂടെ ഞങ്ങൾ അക്കരെ ഇക്കരെ കയറുന്നത്. വളരെ ബുദ്ധിമുട്ട്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾ വെള്ളത്തിലോട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പിന്നെ പിള്ളേരെ ഇട്ടിട്ട് പോകാൻ പോലും ബുദ്ധിമുട്ട്. തിരിച്ചു വരുമ്പം കുഞ്ഞുങ്ങൾ അങ്ങനെ എന്താണെന്ന് പിള്ളേരെ നോക്കി ഒരാൾ എപ്പോഴും വീട്ടിൽ ഇരിക്കണം. ഈ പിള്ളേരെ ചെന്ന് കൊണ്ടുവരാനും കൊണ്ടിറക്കാനും ഒക്കെ. ഇതുപോലെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ജോലിക്ക് പോയാലും നമുക്ക് ഭീതിയാണ്. ഈ കുഞ്ഞുങ്ങൾ പാലത്തേന്ന് താഴെ പോയ വെള്ളം കൂടുതലാണ്, ഞങ്ങൾ നീന്തി അക്കരെ കയറുക. അതിനുള്ള പ്രായമൊന്നും കുഞ്ഞുങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ അമ്മ ഇപ്പം ക്യാൻസർ രോഗത്താൽ ഇപ്പം 2011 അമ്മയ്ക്ക് ക്യാൻസർ രോഗം വന്നു. ആ അമ്മയെ രോഗമായിരിക്കുന്ന അമ്മയെ ഞങ്ങൾ ആശുപത്രി എത്തിക്കാനും കൊണ്ടുവരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടി. ഇപ്പം ഞങ്ങളുടെ അമ്മ ഇന്ന് മരിച്ചെങ്കിൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ ആ ബോഡി ഒന്ന് വെക്കാനോ അമ്മയുടേതായ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനോ പറ്റും. ഞങ്ങൾ മറ്റുള്ള കരയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഒന്ന് വെക്കണം. ഞങ്ങളുടെ അമ്മയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണ്ടേ. മറ്റുള്ളവരെ ആശ്രയിച്ച് അമ്മയുടെ ബോഡി വേറൊരു വീട്ടിൽ ഞങ്ങൾ കൊണ്ടുവച്ച് അമ്മയുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പല രീതിയിൽ ഞങ്ങൾ ഒരു വഴിക്ക് വേണ്ടി പല രീതിയിൽ ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയും പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അതിനൊരു തീർപ്പ് ഞങ്ങളുടെ തൊട്ട് പുറകിലായിട്ട് വഴി വന്ന് കിടപ്പുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ആ വഴി കിടക്കുന്നത്. ഞങ്ങൾക്ക് പോകാനോ വരാനോ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. കുടിക്കാൻ വെള്ളം എടുക്കാൻ പോലും ഞങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും പ്രയാസം. ഈ വെള്ളമൊക്കെ വെള്ളം കിട്ടാതെ വരുന്ന സമയത്ത് ഞങ്ങൾ വെള്ളം അടിക്കുമ്പോഴൊക്കെ ആ വഴി കൊണ്ട് വെള്ളം വെച്ചിട്ട് എങ്ങനെ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാനോ ഒന്നും സാഹചര്യമില്ലാത്ത വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾ അനുഭവിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങളെ എല്ലാവരും വന്ന് ഞങ്ങളോട് പറയാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ എല്ലാവരും വന്ന് പറയാം. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ആരും ഇന്ന് വരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വാർഡിലെ മെമ്പറുണ്ട്. പുള്ളിക്കാരി എന്തെങ്കിലും ആവശ്യം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു മെമ്പർക്ക് ചെയ്യാനൊരു പരിധി ഉണ്ടല്ലോ. പക്ഷെ അതിനെങ്കിൽ വഴിയുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഇന്ന് നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ മാതാവിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ അവസ്ഥ. ഞങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങളുടെ അമ്മ മരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വേറൊരു വീട്ടിൽ ഞങ്ങൾ ബോഡി കൊണ്ട് വെച്ചിരിക്കുന്നത്. അതൊക്കെ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ദുരന്തങ്ങളൊന്നും ഇനി ഒരു മനുഷ്യർക്കും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. ഞങ്ങൾക്ക് സംഭവിച്ച ഒരു അവസ്ഥ നാളെ മറ്റൊരാൾക്കും ഒന്നും ഉണ്ടാകരുത്. അതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് അധികാരികൾ മനസ്സ് തോന്നി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ പേര് പാപ്പു. ഞങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപിലാണ്. ഞങ്ങൾക്ക് വഴിയില്ല, വെള്ളമില്ല, യാതൊരു ഇതും ഞങ്ങൾക്കില്ല.
ഞങ്ങൾ വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലവിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടും ഞങ്ങൾ പറയുന്നുണ്ട്, ഓരോരുത്തരെ വിളിച്ച് കാണിക്കുന്നുണ്ട്, അതിന് വേണ്ടുന്ന ഓരോ മാർഗങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരെ യാതൊരു അനുഭവവും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അയൽവാസിയായ ഒരു വ്യക്തി മരിച്ചു. ആ ആളിനെ അതിൻ്റെ ബന്ധുവായ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നാണ് അതിനെ അടക്കാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് ഇപ്പം എൻ്റെ അനിയൻ്റെ ഭാര്യ ഇപ്പം മരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ വെക്കുവാനോ ആൾക്കാർക്ക് വരുവാനോ കാണുവാനോ മേലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം അതും ഒരനിയൻ്റെ വീട്ടിലിട്ട് ഞങ്ങൾ മാറ്റി ഈ ബോഡി വെച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് എപ്പോഴും ഞങ്ങളുടെ ജീവിതം. എത്ര വർഷമായി കാണും ഇങ്ങനെ ഈ ഒരു വഴിയില്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? മിക്കവാറും വഴിയില്ല. ഇന്ന് നാഴി വരെ അവിടെ വഴി ഉണ്ടായിട്ടില്ല. ഞാനവിടെ താമസം തുടങ്ങിയിട്ട് 45 വർഷമായി. അതുവരെ വഴിയില്ല. എനിക്കിപ്പോൾ 75 വയസ്സുണ്ട്. നാളെ ഒരവസ്ഥ എനിക്കിത് വന്നു കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ ആരുടെയും വീട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. ആ അവസ്ഥയാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗം, ഓരോരോ അവസ്ഥ വരുമ്പോഴും എല്ലാവരോടും പറയുക എന്നുള്ളതല്ലാതെ എന്നാലും എല്ലാവരും ഓക്കെയാണ്. ഇത് കഴിയുമ്പോൾ ഒന്നുമില്ല. പിന്നെ അവരുടെ കാര്യം അവർക്ക്. സ്വന്തം അമ്മയുടെ മൃതദേഹം അവസാനമായി ഒന്ന് വീട്ടിലേക്ക് എത്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു മകന്റെ ദുരവസ്ഥയ്ക്ക് ആര് മറുപടി പറയും? തകർന്നു തരിപ്പണമായ പാലത്തിലൂടെ ജീവൻ പണയം വെച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ അവസ്ഥയ്ക്ക് ആര് മറുപടി പറയും? അധികാരികളോടാണ് ചോദ്യം. ഇതിന് ഇനിയെങ്കിലും പരിഹാരം ഉണ്ടാവുമോ? താമരച്ചാൽ നിവാസികൾ ആശങ്കയോടെ, കൂടുതൽ ആകുലതയോടെ കാത്തിരിക്കുകയാണ്. കോട്ടയം കുറിച്ചിയിൽ നിന്നും ടീം ജാഗ്രത.